ചെറുപുഴ പഞ്ചായത്തിൽ പുതിയ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് അനുവദിച്ചത് സംയുക്ത ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ദീർഘകാല ആവശ്യപ്രകാരമാണെന്ന് മേലെ ബസാറിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ 3 പഞ്ചായത്ത് ഭരണസമിതികൾക്കും പുതിയ സ്റ്റാൻഡ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കോർഡിനേഷൻ കമ്മിറ്റി നിവേദനം നൽകിയിരുന്നുവെന്നും നിലവിലെ ഭരണസമിതിയാണ് ആ ആവശ്യം പരിഗണിച്ച് അനുമതി നൽകിയതെന്നും അവർ പറഞ്ഞു. പുതിയ സ്റ്റാൻഡിനെതിരെ ഒരു വിഭാഗം ഓട്ടോറിക്ഷ തൊഴിലാളികൾ പരാതിയുമായി രംഗത്തെത്തിയത് തെറ്റായ നടപടിയാണെന്നും പ്രതിഷേധിക്കുന്നവരിൽ ചിലർ ഉൾപ്പെടെ നേരത്തെ പഞ്ചായത്തിൽ നൽകിയ നിവേദനത്തിൽ ഒപ്പുവെച്ചവരാണെന്നും തൊഴിലാളികൾ ചൂണ്ടിക്കാട്ടി. എല്ലാ യൂണിയനുകളുടെയും സംയുക്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പുതിയ സ്റ്റാൻഡിനായുള്ള ആവശ്യം ഉന്നയിച്ചതെന്നും അനുമതി ലഭിച്ചതിനു ശേഷം അതിനെതിരെ നിലപാട് സ്വീകരിക്കുന്നത് യുക്തിസഹമല്ലെന്നും അവർ വ്യക്തമാക്കി. പുതിയ സ്റ്റാൻഡ് പ്രദേശത്തെ യാത്രക്കാർക്കും തൊഴിലാളികൾക്കും ഒരുപോലെ പ്രയോജനകരമാകുമെന്നും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു. എൻ്റെ ഓട്ടോ തൊഴിലാളി സുഹൃത്തുക്കളായിട്ടുള്ള കുറച്ചുപേർ ഇന്നലെ ഇവിടെ ഒരു വാർത്താ സമ്മേളനം നമ്മുടെ പുതിയ ഓട്ടോ സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട് ആ പറഞ്ഞ കാര്യത്തിലെ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളൊന്നും വിശദീകരിക്കാനാണ് ഇന്ന് നമ്മൾ ഈ വാർത്താ സമ്മേളനം ഇവിടെ നടത്തുന്നത്. അതിനകത്ത് കഴിഞ്ഞ 6 വർഷമായിട്ട് ഞങ്ങൾ കോർഡിനേഷൻ കമ്മിറ്റി എടുത്ത തീരുമാനം പ്രകാരമാണ് മാറി മാറി വരുന്ന പഞ്ചായത്ത് ഭരണസമിതിക്ക് ഞങ്ങൾ ഓരോ തവണയും കത്തുകൾ കൊടുത്ത് അപേക്ഷകൾ കൊടുത്ത് അവർ ആദ്യം ജമീല കോളേജ് പ്രസിഡൻ്റായിരിക്കുമ്പോൾ അപേക്ഷ കൊടുത്തു. അതിനുശേഷം LDF ഗവൺമെൻറ് വന്നു, രാജിച്ചമാഷിനെടുത്ത് ഞങ്ങൾ അപേക്ഷ കൊടുത്തു. അടുത്ത ഈ തവണ UDFൻ്റെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ അവർക്കും അപേക്ഷ കൊടുത്തു. അതിന് പ്രകാരമാണ് ഇപ്പം 6 മാസങ്ങൾക്ക് ശേഷം അധികാരത്തിൽ വന്ന 6 മാസങ്ങൾക്ക് ശേഷം നമുക്ക് ഇങ്ങനൊരു ഓട്ടോ സ്റ്റാൻഡ് അനുവദിച്ച് കിട്ടിയത്. അത് ഏകപക്ഷീയമാണ് എന്ന് ഇന്നലെ ഇവിടെ പറയുന്നത് കേട്ടു. അത് ഏകപക്ഷീയമല്ല, അത് സംയുക്ത ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ്റെ, അതായത് 4 യൂണിയനുകളാണ് ചെറുപുഴ ഓട്ടോ സ്റ്റാൻഡിലുള്ളത്. ആ 4 യൂണിയൻ്റെ പ്രതിനിധികളായിട്ട് 16 അംഗ കോർഡിനേഷൻ കമ്മിറ്റി നമുക്ക് നിലവിലുണ്ട്. ആ 16 അംഗ കോർഡിനേഷൻ കമ്മിറ്റിയിൽ നിന്ന് കൺവീനർ മധു അടക്കമുള്ള ഇന്നലെ ഇവിടെ ഇരുന്ന മധു അടക്കമുള്ളവർ പോയിട്ട് 2024 ആഗസ്റ്റ് മാസം 31-ാം തീയതി രാജിച്ചമാഷ് പ്രസിഡൻ്റായിരിക്കുമ്പോൾ രാജിച്ചമാഷിൻ്റെ കയ്യിൽ കൊടുത്ത അപേക്ഷയുടെ ഫോമാണ്, അപേക്ഷയുടെ കോപ്പിയാണ് ഈ കാണുന്നത്. നിങ്ങൾക്ക് ഞാൻ തരാം. ഈ മധു അടക്കം അതേപോലെ തന്നെ ഇന്നലെ ഇവിടെ ഉന്നയിച്ച സുരേഷ് അടക്കം ഉള്ള കോർഡിനേഷൻ കമ്മിറ്റി തീരുമാനിച്ചതിന് പ്രകാരം ഇതിനകത്ത് വ്യക്തമായി പറയുന്നുണ്ട്, ബസ് സ്റ്റാൻഡിന് മുൻവശം മർച്ചൻ്റ് സ്ക്വയറിന് മുൻവശത്തായി പുതിയൊരു ഓട്ടോ സ്റ്റാൻഡ് വേണം എന്നുള്ളത് ഒപ്പിട്ട് കൺവീനർ മധു ഒപ്പിട്ട് കൊടുത്തേക്കുന്ന അപേക്ഷയാണ്. ആ അപേക്ഷയാണ് ഇന്നലെ പുള്ളി ഗണ്ണിച്ചുകൊണ്ട് പറയുന്നത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, ഞങ്ങൾക്കെതിരായിട്ടാണ് ഇപ്പോൾ ഈ ഓട്ടോ സ്റ്റാൻഡ് പുതിയത് വന്നേക്കുന്നത്. പഞ്ചായത്തിന് എതിരും കൂടെ ഞങ്ങൾക്കും പഞ്ചായത്തിനും എതിരാണ് ഇന്നലെ സംസാരിച്ചത്. ഇതിൻ്റെ ആദ്യ കാലങ്ങൾ മുതലൊരു കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങാം. 1992-93 കാലഘട്ടത്തിലാണ് ആദ്യമായി ഇവിടെ നമുക്ക് ഓട്ടോ സ്റ്റാൻഡ് ചെറുപുഴയിൽ വരുന്നത്. അതിനുശേഷം 99, 2000 കാലഘട്ടത്തോടു കൂടി രണ്ടാമത് ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് നമുക്ക് പുതിയതായിട്ട് അടുത്ത സ്റ്റാൻഡ് വന്നു. ഈ രണ്ടിടത്തും വണ്ടികൾ ഉൾക്കൊള്ളിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ 2005 ഫാത്തിമ മെഡിക്കൽസിൻ്റെ ഇവിടെ 3ാമതൊരു ഓട്ടോ സ്റ്റാൻഡ് ഇവിടെ നമ്മൾ കൊള്ളിക്കുകയാണ് ചെയ്തത്. അത് പെരിങ്ങോം SIയുടെ നേതൃത്വത്തിലാണ് ഫാത്തിമ മെഡിക്കൽസിൻ്റെ ഇവിടെ നമ്മൾ പുതിയ ഓട്ടോ സ്റ്റാൻഡ് വന്നത്. അതിനുശേഷം ഈ 3 സ്റ്റാൻഡുകളിലുമായിട്ട് വണ്ടികൾ ഉൾക്കൊള്ളിക്കാൻ പറ്റാണ്ട് വന്നു. 3 സ്റ്റാൻഡുകളിൽ നമ്മൾ എല്ലാ വർഷവും 3 വണ്ടി വീതം ഓരോ സ്റ്റാൻഡിൽ ഓരോ വണ്ടി എന്ന നിലയിൽ നമ്മൾ ഇറക്കിക്കൊണ്ടാണ് ഈ കഴിഞ്ഞ 2019 വരെ വന്നത്. അന്നേരത്തിന് 3 സ്റ്റാൻഡിലും ഏകദേശം വണ്ടികളുടെ എണ്ണം വർദ്ധിച്ചു. 2019 അന്നത്തെ കോർഡിനേഷൻ കമ്മിറ്റി അന്നത്തെ കൺവീനറായിട്ടിരിക്കുന്ന നമ്മുടെ ഇന്ന് നമ്മളിൽ ഇല്ലാത്ത പ്രതീക്ഷ മനോജേട്ടൻ എന്ന് പറഞ്ഞ പുള്ളിയാണ് കൺവീനർ. ആ മനോജേട്ടൻ ഒപ്പിട്ടിട്ടാണ് ആദ്യമായിട്ട് ജമീല കോളേജ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ചെറുപുഴ പഞ്ചായത്തിൽ ഒരു അപേക്ഷ വെക്കുന്നത്. ഇനിയൊരു ഓട്ടോ സ്റ്റാൻഡ് വേണം, ഓട്ടോ സ്റ്റാൻഡ് പോസ്റ്റ് ഓഫീസിനോട് ചേർന്ന്, താഴെ ബസ് സ്റ്റാൻഡിൽ പോസ്റ്റ് ഓഫീസിനോട് ചേർന്ന് ഒരു ഓട്ടോ സ്റ്റാൻഡ് വേണം എന്ന് ഞങ്ങൾ അപേക്ഷ വെക്കുന്നു. ആ അപേക്ഷ പ്രകാരം അന്ന് അത് അംഗീകരിച്ചില്ല, അത് നടന്നില്ല, മുന്നോട്ട് പോയി. കാലങ്ങൾ കഴിഞ്ഞു, അടുത്ത ഗവൺമെൻറ് വന്നു, അവർക്ക് കൊടുത്തു അപേക്ഷ. ആ അപേക്ഷ പ്രകാരം ഈ മധുവേട്ടൻ ഒപ്പിട്ട് കൊടുത്തതിന് ശേഷം ഈ അന്നത്തെ കോർഡിനേഷൻ കമ്മിറ്റിയിലുള്ള സുരേഷ് ഇന്നലെ ഇവിടെ പറഞ്ഞു വണ്ടി ഉരുണ്ടു പോകുന്നൊരു കാര്യം. ആ കാരണങ്ങളാണ് അന്ന് പഞ്ചായത്തിലും പോലീസ് സ്റ്റേഷനിലും അവരറിയിച്ചത്. വണ്ടി ഉരുണ്ടു പോകും, അതുകൊണ്ട് ഒരു കാരണവശാലും അവിടെ ഓട്ടോ സ്റ്റാൻഡ് അനുവദിക്കാൻ പാടില്ല എന്ന് അവരവിടെ പറഞ്ഞു. ഞങ്ങളുടെ കൂടെ വന്നിട്ട് ഓട്ടോ സ്റ്റാൻഡ് വേണമെന്നും പറഞ്ഞു. ഞങ്ങളില്ലാത്തപ്പോൾ അവിടെ പോയിട്ട് വണ്ടി ഉരുണ്ടു പോകും. അതൊക്കെ 10-20 വർഷം മുമ്പുള്ള കാര്യമാണെങ്കിൽ ഓർക്കാം, ഓട്ടോയൊക്കെ ഉരുണ്ടു പോകുമായിരുന്നു. അന്ന് പെട്രോൾ വണ്ടിയാണ്. ഇന്ന്
ഡീസൽ വണ്ടിയാണ്, ഒരിക്കലും ഉരുണ്ട് പോകില്ല. വണ്ടിക്ക് അതിനുള്ള പവറുണ്ട്. പുള്ളിയുടെ വണ്ടി ഉരുണ്ട് പോകുന്നുണ്ടെങ്കിൽ പുള്ളി അത് വർക്ക്ഷോപ്പിൽ കാണിക്കേണ്ട ഒരു ആവശ്യം പുള്ളി അത് വ്യക്തിപരമായിട്ട് ചെയ്യേണ്ടതാണ്. അത് മൊത്തം വണ്ടിക്കാരുടെ തലയിൽ ആക്കുമല്ലായിരുന്നു ചെയ്യുന്നത്. അതുപോലെ തന്നെ 2004 ഈ കോർഡിനേഷൻ കമ്മിറ്റി എന്ന് പറയുന്ന കമ്മിറ്റി രൂപീകരിച്ചു, മുന്നോട്ട് വന്നു. ഈ കോർഡിനേഷൻ കമ്മിറ്റിയുടെ അടിസ്ഥാനത്തിൽ 16 അംഗ കമ്മിറ്റി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കോർഡിനേഷൻ കമ്മിറ്റിയുടെ 16 പേരും ചേർന്നെടുത്ത തീരുമാനമാണ് പുതിയ ഓട്ടോ സ്റ്റാൻഡ് വേണം എന്നുള്ളതും. അതിന് പ്രകാരം ഞങ്ങൾ അപേക്ഷ കൊടുത്തു. ഇന്ന് നമ്മുടെ പഞ്ചായത്ത് ഞങ്ങൾ ആവശ്യപ്പെട്ട സ്ഥലത്ത് തന്നെ ഒരു ഓട്ടോ സ്റ്റാൻഡ് അനുവദിച്ചു തന്നു. ആ അനുവദിച്ച് തന്നതിന് ശേഷം ഇവരിപ്പോൾ സംരംഭം ചെയ്തു പോകുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അതിന് 2019 ഞങ്ങൾ കോർഡിനേഷൻ കൂടിയ സമയത്ത് ഈ ഇതിലെ 8ാമത്തെ തീരുമാനം പുതിയ സ്റ്റാൻഡ് വേണം, അത് ഇന്ന സ്ഥലത്ത് പോസ്റ്റ് ഓഫീസിന് സമീപമായിട്ട് വേണം എന്ന് എഴുതി തയ്യാറാക്കിയ 16 പേരുടെയും പേരുണ്ട്. 4 യൂണിയനിലുമുള്ള ഓരോരുത്തരുടെയും പേരുണ്ട്. അതിനകത്ത് ഇന്നലെ ഇവിടെ വന്നിരുന്നതിൽ സുരേഷ് MGയും മധു, ഇവർ 2 പേരും ഇന്നലെ വന്നിരുന്നത്. അവർ 2 പേരും ഒപ്പിട്ടിട്ടാണ് അന്ന് തീരുമാനമെടുത്തത്. ആ 2 പേരാണ് ഇന്നലെ ഇവിടെ വന്ന് തീരുമാനങ്ങൾ എതിർത്ത് പറഞ്ഞവർ. ഇന്നലെ പഞ്ചായത്തിനെതിരെയും അതേപോലെ നമ്മുടെ ഒരു മെമ്പർക്കെതിരെയും പുള്ളി എതിർത്ത് സംസാരിക്കുന്ന കേട്ടു. ആ വ്യക്തിപരമായിട്ടുള്ള ആക്ഷേപങ്ങളിലോടൊന്നും താല്പര്യമൊന്നുമില്ല. കാരണം നമ്മൾ അങ്ങോട്ട് എത്ര മാന്യത കൊടുക്കുന്നു ആ മാന്യത തിരിച്ച് പ്രതീക്ഷിക്കാവുള്ളൂ. നമ്മുടെ ഈ സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൊടുപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പേപ്പറുകളിൽ വാർത്ത വരുന്നു, ചാനലുകളിൽ വാർത്ത വരുന്നു. ഇത് എന്തിനു വേണ്ടിയാണെന്ന കാര്യം നമുക്ക് ശരിക്കും മനസ്സിലാകുന്നില്ല. കാരണം ചെറുപുഴ ടൗണിലെ ഏകദേശം 90ഓളം വണ്ടികളുണ്ട്. 90-100 വണ്ടിയായി. ഈ 100 വണ്ടിയിലെ തൊഴിലാളികൾ എല്ലാവരും തന്നെ ഒരു ദിവസത്തെ അന്നത്തിന് വേണ്ടി മാത്രം വരുന്ന ആൾക്കാരാണ്. സ്വാഭാവികമായും എല്ലാവർക്കും അറിയാം ഇതൊരു കൊട്ടാരം പണിയാനുള്ള ഒരാവശ്യങ്ങൾക്ക് വേണ്ടി വരുന്നതല്ല. അപ്പം എല്ലാവരും വൈകുന്നേരം ആകുമ്പോൾ 1000 രൂപയും കൊണ്ട് വീട്ടിൽ പോകുന്ന ആവശ്യങ്ങളായിട്ടാണ് ഇവിടെ നമ്മൾ ഓടാൻ വേണ്ടി വരുന്നത്. അപ്പോൾ ഒരാൾക്കൊരു പ്രത്യേകത, മറ്റൊരാൾക്കൊരു പ്രത്യേകത കുറവ് അങ്ങനെയൊന്നും ഇവിടെയില്ല. എല്ലാവരും ഏകപക്ഷീയമായി ഒറ്റ കോർഡിനേഷൻ്റെ കീഴിലാണ് ചെറുപുഴ ഓട്ടോ സ്റ്റാൻഡ് പ്രവർത്തിക്കുന്നത്. ഈ 90-100 തൊഴിലാളികൾക്കും വേണ്ടി ഒരു 16 അംഗ കമ്മിറ്റി മാത്രമേ ഉള്ളൂ. അവരാണ് എല്ലാ ആവശ്യങ്ങളും തീരുമാനിക്കുന്നതും നടത്തുകയും ചെയ്യുന്നത്. പുതിയ വണ്ടി വരേണ്ടതും വണ്ടി ഇവിടുന്ന് വിൽക്കുന്ന കാര്യങ്ങളും പുതിയ ആൾക്കാർ വരുന്ന കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നവരാണ്. അപ്പോൾ ഇപ്പം നിലവിൽ ഞങ്ങൾ പണ്ട് മുതലേ ആവശ്യപ്പെട്ടൊരു കാര്യമാണ് 3 സ്റ്റാൻഡും എല്ലാ സ്ഥലത്തെയും പോലെ തന്നെ റൊട്ടേഷനായിട്ട് ഓടാനുള്ള സംവിധാനം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി കാലാകാലങ്ങളുള്ള ആവശ്യങ്ങളാണ്. ഞങ്ങൾ താഴത്തെ ഇവിടെ ഉള്ള വണ്ടി താഴെ പോയി ഓടാനും താഴെയുള്ള വണ്ടി ഇവിടെ വന്ന് ഓടാനും എല്ലാം അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് മെച്ചമുള്ള കാര്യം വെച്ചാൽ മേലെ വണ്ടി കുറയുമ്പോൾ താഴെയുള്ള വണ്ടി ഇവിടെ കൊണ്ടുപോകാം, താഴെ വണ്ടി കുറയുമ്പോൾ ഇവിടെയുള്ള വണ്ടി കൊണ്ടുപോകാം. ഒരിക്കലും ടൗണിൽ ഒരു ഗതാഗത കുരുക്കുണ്ടാവില്ല. പക്ഷേ താഴത്തെ കുറച്ച് വണ്ടിക്കാർ എല്ലാവരും എന്ന് പറയുന്നില്ല, കുറച്ച് പേര് ഏകപക്ഷീയമായി തീരുമാനമെടുത്തിട്ട് മേലെ സ്റ്റാൻഡിൽ ഒരു വണ്ടി താഴെ ഓടാൻ അവർ സമ്മതിക്കുന്നില്ല. അവർ രാവിലെ കുറച്ച് സമയം ഓടാം, ഒരു 7 മണി വരെ. 7 മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വെക്കുന്ന വണ്ടിയുടെ മുമ്പിൽ അവർ വണ്ടി കയറ്റി വെക്കും. പിന്നെ അസഭ്യം പറയുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി 1-2 പ്രാവശ്യം സ്റ്റേഷനിൽ കേസിന് പോയിരുന്നു. നമ്മുടെ ഡ്രൈവറുടെ മുഖം അടിച്ച് കണ്ണാടി അടക്കം പൊട്ടിച്ച് കേസ് സ്റ്റേഷനിലുണ്ട്. അവിടെ 7 മണി കഴിഞ്ഞ ശേഷം വെച്ചതിൻ്റെയൊക്കെ ഇതൊക്കെ അവിടെ നടക്കുന്നൊരു കാര്യങ്ങളാണ്. ഇവിടെ ഈ സാധനം അനുവദിക്കുന്ന കാര്യമായി ഇപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട കൺവീനർ പറഞ്ഞ പോലെ തന്നെ ഇതെല്ലാം എഴുതി വെച്ച രേഖകൾ ഈ പറയുന്ന മധുവും ഈ പറയുന്ന സുരേഷും അടക്കം ഇന്നലെ ഇവിടെ മീറ്റിങ്ങിന് വന്നവരും അടക്കം എഴുതി വെച്ച രേഖകൾ പ്രകാരമാണ് ഞങ്ങൾ ഈ സ്റ്റാൻഡിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ പുതിയ സ്റ്റാൻഡ് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഓടാമെന്ന പഞ്ചായത്തിൻ്റെ പ്രസിഡന്റിൻ്റെയും ഈ ഇവിടെയുള്ള ബോർഡ് മീറ്റിംഗ് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ബോർഡ് മീറ്റിംഗ് അംഗങ്ങളുടെ ഒപ്പിട്ടതും പഞ്ചായത്ത് സെക്രട്ടറി ഒപ്പിട്ടതും CA അടക്കം ഒപ്പിട്ട് എല്ലാവർക്കും കയറി ഓടാമെന്നുള്ള ധാരണ പുറത്ത് തന്നെയാണ് ഈ സ്റ്റാൻഡ് പുതുതായിട്ട് ഇവിടെ അനുവദിക്കപ്പെട്ടത്. അപ്പോൾ ഇവർ പറയുന്ന പോലെ ഏകപക്ഷീയമായിട്ട് ഞങ്ങൾ ഇവിടെ ഓടി നമ്മൾ അവരുടെ അന്നം മുട്ടിച്ചു എന്നാണ് അവർ പറയുന്നത്. ഈ അന്നം മുട്ടിച്ചു എന്ന് പറയുന്ന ആൾ തന്നെ മേലെ സ്റ്റാൻഡിൽ 3-4 വർഷം ഓടിക്കൊണ്ടിരുന്ന വ്യക്തിയാണ്. അപ്പോൾ താഴെ സ്റ്റാൻഡിലാണ് നമുക്ക് ഏകദേശം തീരുമാനിക്കാം. നമ്മൾ ഏത് നാട്ടിൽ പോയാലും പോയി നമ്മൾ ഇറങ്ങുന്നത് ഒരു ബസ് സ്റ്റാൻഡിലായിരിക്കും. നമ്മൾ എവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മസ്റ്റായിട്ട് ഒരു ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയ ശേഷം ബാക്കി കാര്യം അന്വേഷിക്കുള്ളൂ. അപ്പോൾ ഈ ആലക്കോട് ഭാഗം നിന്ന് വരുന്നതും ചീമേനി ഭാഗത്ത് നിന്ന് വരുന്നതുമായ എല്ലാ ബസ്സുകളും ചെറുപുഴ സ്റ്റാൻഡ് വരെ വരുന്നുള്ളൂ. അപ്പോൾ അതിൽ വരുന്ന എല്ലാ ജനങ്ങളും ചെറുപുഴ സ്റ്റാൻഡിൽ ഇറങ്ങും.
ഇറങ്ങിക്കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഒരു ഓട്ടോറിക്ഷ വിളിക്കുന്നത് ചെറുപുഴ താഴെശാലിലെ ഓട്ടോറിക്ഷയായിരിക്കും വിളിക്കുക. അപ്പോൾ ഔദ്യോഗികമായി അവിടെയാണ് എപ്പോഴും ഓട്ടം കൂടുതലായിട്ട് ഉണ്ടാകുക. ബാക്കി മേലെ കിടക്കുന്ന വണ്ടിക്കാർക്കെല്ലാം സ്വാഭാവികമായി വരുന്ന ഓട്ടങ്ങൾ മാത്രമേ ഉണ്ടാവൂ. അത്യാവശ്യം മഠത്തിലേക്കോ ആശുപത്രിയിലേക്കോ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഓട്ടങ്ങൾ. അപ്പോൾ എന്തെങ്കിലും കുറച്ച് നല്ല ഓട്ടങ്ങൾ വരുന്നുള്ള താഴ്ചാനിലാണ്. അത് ഞങ്ങളുടെ ഒരു പ്രശ്നങ്ങൾ തന്നെയാണ് പണ്ട് മുതലേ ഉള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ റൊട്ടേഷനായി ഓടണമെന്ന് പറഞ്ഞത്. അവർക്കത് ബാധിക്കുന്നതുകൊണ്ടാണ് അവരൊന്നും സമ്മതിക്കാത്തത് ഒരു കാര്യം. അപ്പോൾ ഈ വണ്ടികളെല്ലാം വന്ന് അവിടുന്ന് ഓട്ടോറിക്ഷ വിളിച്ചു കൊണ്ടുപോകുമ്പോൾ ഇവിടെ ഒരു പുതിയ സ്റ്റാൻഡ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഓട്ടം കുറയുമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അവരും കൂടി ഇവിടെ കയറി വന്ന് ഓട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് ഈ ഓട്ടം എല്ലാവരും കൂടി ഏകീകരിച്ചു പോവാം. ഞാൻ പറഞ്ഞത് ഈ അന്നമുട്ടിക്കു എന്ന് പറഞ്ഞ ആള് 5 വർഷമായിട്ട് നമ്മളെ മേലശാലിൽ ഓടിക്കൊണ്ടിരുന്നു. അവിടുത്തെ ഓട്ടോറിക്ഷ വിലയ്ക്ക് വിറ്റിട്ട് അതേ ആൾ താഴെ പോയി പുതിയ ഓട്ടോറിക്ഷ വില കൊടുത്ത് വാങ്ങി ഇവിടെ ഓടുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായ അവസ്ഥ എന്തായിരിക്കും? താഴെ ഓട്ടങ്ങളും കൂടുതലുള്ളതുകൊണ്ടാണല്ലോ മേലത്തെ ശാലിലെ വണ്ടി വിറ്റ് താഴെ പോയി ഒരു വണ്ടി വാങ്ങിയിട്ട് അവിടെ ഓടുന്നത്. അല്ലാതെ വെറുതെ ഇങ്ങനെ പോയി താഴെ ഇവിടെ ഒന്നും വണ്ടി ഇല്ലാത്തതുകൊണ്ടൊന്നും അല്ല. അദ്ദേഹത്തിന് ഈ മേലത്തെ ശാലിലെ വണ്ടി വിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ അനാവശ്യമായ കാര്യങ്ങൾ പത്രസമ്മേളനം നടത്തിയും വാർത്താസമ്മേളനം നടത്തിയും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് തൊഴിലാളികളുടെ ഇടയ്ക്ക് ഐക്യമില്ലാതാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും സ്പർദ്ധയും കാര്യങ്ങളും ആവുക. താഴെ നമ്മൾ പോകുമ്പോഴേക്കും അവരെ നമ്മൾ ഭീഷണിപ്പെടുന്ന രീതിയിൽ നമ്മളെ നോക്കുക. നമ്മൾക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേലശാലിലെ ആൾക്കാരും പൊതുവേ നിങ്ങൾ പത്രക്കാർക്കെല്ലാം ഏകദേശം അത്യാവശ്യം അറിയാം. ആരും ഒരു ചൊറക്കും കാര്യങ്ങൾക്ക് ഒന്നും പോകുന്ന ഒരാളല്ല. ഒരു വർഷങ്ങൾക്ക് ഇന്നുവരെ പോയിട്ട് പോലീസ് കേസോ കാര്യമുള്ള ഒരാളാരും അല്ല നമ്മളെ നല്ലത്. പണ്ട് മീറ്റിംഗ് നടക്കുമ്പോൾ ഒരു പ്രാവശ്യം വരുന്നത് താഴ്ത്തുകാരും മേത്തുകാരും ഒരുമിച്ചായി അടിവെക്കുന്നൊക്കെ നമ്മുടെ ഒരു ആള് മീറ്റിങ്ങിൽ പറഞ്ഞിരുന്നു. അപ്പം അതുപോലെയൊന്നല്ല കാര്യങ്ങൾ പോകുന്നത്. കാര്യങ്ങൾ എല്ലാവരും സ്നേഹം കൂടി നിന്ന്. പക്ഷെ ഇങ്ങനെ ഒരു വിഷയം വരുമ്പോൾ ഇത് തെറ്റിദ്ധാരണ, വെറും ഒരു തെറ്റിദ്ധാരണ മാത്രമാക്കി ഭീകരമാക്കുകയാണ്. ഇപ്പം ഇവിടെ പോയ ആൾക്കാർ നമ്മോട് ചോദിക്കുന്നത് എന്തായി നിങ്ങളുടെ അടി, എന്തായി നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ ഒരു പ്രശ്നം ചെറുപുഴ സ്റ്റാൻഡിൽ ഒരു കാരണവശാൽ ഇതുവരെ ഉണ്ടായിട്ടുമില്ല, ഇനിയോട്ട് അങ്ങോട്ട് ഉണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഈ ഒരു വിഷയത്തിന് ഇവർ പറഞ്ഞ പോലെയൊന്നും അടിസ്ഥാനപരമായ ഒരു കാര്യമില്ല. അത് മേലധികാരികളായ പോലീസും SIയും CEയും പഞ്ചായത്ത് പ്രസിഡന്റും എല്ലാവരും കൂടി തീരുമാനമെടുത്തിട്ട് ഇതിന് ഇന്നുകൊണ്ടെങ്കിലും ഒരു പര്യവസാനം ഉണ്ടാക്കണം. പിന്നെ ഈ 3 സ്റ്റാൻഡും നിലവിലുള്ളത് റോഡ് സൈഡിലാണ് പാർക്ക് ചെയ്യുന്ന ഞങ്ങൾക്ക് അനുവാദമുള്ളത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ അഭിപ്രായ പ്രകാരം ടാറിംഗ് റോഡിന്റെ സൈഡിൽ വണ്ടി പാർക്ക് ചെയ്തിരുന്ന തന്നെ നിയമമുണ്ട്. പിന്നെ ഇതെല്ലാം ഒരു അലിഖിത നിയമമായി കുറേ തൊഴിലാളികൾ ജീവിക്കാൻ വേണ്ടി മാത്രം പഞ്ചായത്തും കാര്യങ്ങളും ഒക്കെയാണ്. അങ്ങനെ തന്നെയാണ് പയ്യന്നൂർ ടൗണിൽ, കണ്ണൂർ ടൗണിൽ എല്ലാ റോഡ് സൈഡിൽ വണ്ടി ഓടുന്നത്. ഒരു അലിഖിത നിയമമായിട്ടാണ് ഇത് പോകുന്നത്. ശരിക്കും നിയമപ്രകാരം ഇത് ഓടാൻ പാടില്ല. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ പഞ്ചായത്ത് നമുക്ക് വ്യക്തമായി അനുവദിച്ചത് സ്റ്റാൻഡാണ് ഈ സ്റ്റാൻഡ്. ഒരിക്കലും ഈ സ്റ്റാൻഡ് മാറ്റാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. മാറ്റാൻ പാടില്ല എന്നല്ല, മാറ്റാൻ പറ്റില്ല. കാരണം പഞ്ചായത്ത് മിനിസ്റ്റർ എഴുതി വെച്ചതാണ്. പിന്നെ ബാക്കി നമുക്കിപ്പം അവിടെ മൂത്രപ്പുരകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അതൊക്കെ നമ്മൾ സ്വന്തമായി പണ്ട് പോകുന്ന പോലെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ പോകും. ഈ ഒരു സ്റ്റാൻഡ് കൊണ്ട് എല്ലാവർക്കും മെച്ചമേ ഉള്ളൂ. ഇപ്പം വാദ്യമേലെടുത്ത വണ്ടികളാണ്, സ്റ്റാൻഡിലുള്ള വണ്ടികളാണ് കൂടുതൽ അവിടെ വന്ന് കിടന്നു കൊടുത്തത്. കാരണം അവർക്ക് അവിടെ ഭയങ്കര പ്രശ്നമുണ്ട്. പുതിയ കട വന്നതുകൊണ്ട് ആ കടക്കാരൻ ഞങ്ങൾ കോടതി പോകും, കേസ് അത് നിങ്ങൾ ഓടരുതെന്ന് പറഞ്ഞാൽ അവിടെ ഭയങ്കര വിഷയം നടന്നിരിക്കുകയാണ്. അപ്പം ഞങ്ങളെ എങ്ങനെ ഒരു ഇവിടുന്ന് മാറ്റിക്കാം, അതായത് ഓട്ടോറിക്ഷക്കാരെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക രീതിയിലാണ് എല്ലാവരും കാണുന്നത്, ഒരു ഭീകരമായ അവസ്ഥ. അങ്ങനെയൊന്നല്ല കേട്ടോ. ഞങ്ങളെല്ലാവരും സാധാരണ വീട്ടിൽ നിന്ന് മക്കളും ഭാര്യയും അമ്മയും എല്ലാം ഉള്ള ഒരു വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങി വരുന്ന ഒരാളാണ്. വൈകുന്നേരം ആകുമ്പോൾ 5 കിലോ അരി മേടിച്ച് വീട്ടിൽ പോകണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിൽ കൂടുതൽ ആഗ്രഹം ഞങ്ങൾക്ക് ആർക്കുമില്ല. അപ്പം അതുപോലെ ഞങ്ങളോട് മാന്യമായ അല്ലാത്ത രീതിയിലാണ് പല ആൾക്കാരും പെരുമാറുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഒരു സ്റ്റാൻഡ് വന്നാൽ ഇത് ആർക്കും ബുദ്ധിമുട്ടില്ല. ഒന്ന്, പഞ്ചായത്തിന് ട്രാഫിക്കിന് ഒരു പ്രശ്നമില്ല, അനങ്ങാതെ നടക്കുന്ന ഒരു സ്ഥലമാണ്. പിന്നെ കുറച്ച് സ്വകാര്യ വാഹനങ്ങളുടെ പാർക്കിംഗ് കൂടെ ഒഴിവാകുന്നുള്ള ഒരു വിഷയമാണ്. അങ്ങനെയും കുറച്ച് ആൾക്കാർ ഇതിനെല്ലാം പ്രതികരിക്കുന്നത്. ഇന്നലെ 1-2 പേരോട് പറഞ്ഞു ഞങ്ങളെല്ലാം അത്യാവശ്യം വണ്ടി കൊണ്ടുപോകുന്ന സാധനം നിങ്ങളോട് കൊണ്ടുവച്ചാൽ ഓട്ടോറിക്ഷക്കാർ കുത്തിത്തിരിപ്പാക്കി ഇവിടെ കൊണ്ടുവച്ചാൽ ഞങ്ങളോട് കൊണ്ടുപോകുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ടൗൺ വികസിക്കുന്നതിന് കാര്യമായിട്ട് പഞ്ചായത്ത് ഒരു തീരുമാനം എടുക്കുമ്പോൾ അത് ഞങ്ങൾ അതിന് കൂടെ പോകാൻ ബാധകം ഞങ്ങൾക്കുണ്ട്. അവർ പറഞ്ഞു ഞങ്ങൾ കൊണ്ടുവച്ചു, ഞങ്ങൾ അപേക്ഷ വെച്ചിരുന്നു. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ അവിടെ നടക്കുന്നത്. അതുകൊണ്ട് ഇതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. ആരെങ്കിലും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് വെറും അനാവശ്യമായ കാര്യങ്ങളാണ്. പൊതുജനങ്ങളെ ഇത് തെറ്റിദ്ധാരണ വരുത്തി ജനങ്ങൾക്കിടയിൽ വിഷയം ഉണ്ടാക്കി ഞങ്ങളെ മേലെ മറ്റുള്ള വാർത്തകൾ തിരിക്കാൻ ഇടവരുത്തരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ചാർജ് പത്രവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കോർഡിനേഷൻ കമ്മിറ്റി കൂടാണ് നമ്മൾ തന്നെ ഉപ്പടിച്ചു വന്നത്. ഇല്ല, ഇല്ല, എല്ലാവരും ഒരു കോർഡിനേഷനാണ്. നമ്മൾ ആ കോർഡിനേഷനിൽ നമ്മളാണ് എല്ലാവരും കൂടിയിട്ടാണ് ചാർജ് നിശ്ചയിച്ചത്. പിന്നെ രണ്ടാമത് തികയാതെ വന്ന പുസ്തകമാണ് അടിച്ചത്. അതല്ലാണ്ട് വേറൊരു പുസ്തകം നമ്മൾ അടിച്ചിട്ടില്ല. അത് ചാർജിന്റെ ഒരു വിഷയം വന്നത് ഞങ്ങൾ ഈ പറഞ്ഞ 16 അംഗ കമ്മിറ്റി ഇരുന്ന് ചാർജ് ഏകീകരിച്ച് എഴുതി റെഡിയാക്കിയതുപോലെ നമ്മുടെ വായനശാലയുടെ മുകളിൽ ഇരുന്നെന്ന് തോന്നുന്നു.
വായനശാലയുടെ മുകളിൽ ഇരുന്ന് ഇതെല്ലാം എഴുതി റെഡിയാക്കി ഞങ്ങൾ പുറത്ത് വന്നു. താഴത്തെ സ്റ്റാൻഡിലുള്ളവർ പോയിട്ട് അവരുടെ സ്റ്റാൻഡിലെ കുറച്ച് ഡ്രൈവർമാരെ കാണിച്ചപ്പോൾ അവരുടെ നാട്ടിലേക്കുള്ള വാടക കുറയ്ക്കണം എന്നൊരു ആവശ്യം വന്നു. അങ്ങനെ ആ ആവശ്യപ്രകാരം അന്ന് ഈ ചെറുപുഴ നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ പ്രശാന്ത് ഹോട്ടലിൻ്റെ ഇവിടുന്ന് മഞ്ഞക്കാടേക്കും കോലുവള്ളിക്കും ഒരേ ദൂരമാണ്, 2600 ദൂരമാണ് കോലുവള്ളിക്കും മഞ്ഞക്കാടേക്കും. അന്ന് തീരുമാനിച്ചു മഞ്ഞക്കാടേക്കും 70, കോലുവള്ളിക്കും 70 വാടക തീരുമാനിച്ചു, ഇറങ്ങിച്ചെന്നു. അപ്പോൾ കോലുവള്ളി ഭാഗത്തുള്ള താഴെ ഓടുന്ന വണ്ടിക്കാർ പറഞ്ഞു അത് നടക്കത്തില്ല, അവിടെ 60 രൂപ വാടക പറ്റുള്ളൂ, ഞങ്ങളുടെ നാട്ടിലോട്ട് നമുക്ക് 60 കൂടുതൽ മേടിക്കാനാവില്ല എന്നും പറഞ്ഞ് 60 രൂപയാക്കി. മഞ്ഞക്കാടേക്ക് 70 പോയി. ഈ മഞ്ഞക്കാട് ഇന്നും 70 ഈ പറയുന്ന താഴെക്കാരും മേടിക്കുന്നു, ഞങ്ങളും മേടിക്കുന്നു. കോലുവള്ളിക്ക് 60 അവരാക്കിയ വാടക ഇന്നും ഞങ്ങളും 60 മേടിക്കുന്നു, അവരും 60 മേടിക്കുന്നു. അതേപോലെ ഭൂതാൻ റോഡിലേക്ക് തവളക്കുണ്ട് റോഡ് ഇങ്ങനെയുള്ള ചില സ്ഥലങ്ങളിലേക്ക് വാടക കുറയുവാണ് ചെയ്തത്. ആദ്യം എഴുതിയതിൽ നിന്ന് വ്യത്യാസം വരുവാണ് ചെയ്തത്. അത് കുറഞ്ഞ് നമ്മളൊരിക്കലും കൂട്ടി മേടിച്ചിട്ടില്ല. അവർ തിരുത്തി എഴുതിയ വാടകയിലേക്ക് ഞങ്ങളും അഡ്ജസ്റ്റ് ചെയ്ത് പോവുക ചെയ്തത്. അവരുടെ ഇഷ്ടത്തിന് പോയിക്കോട്ടെ, ഞങ്ങൾ 10 രൂപ കൂട്ടി മേടിച്ചു എന്നൊരു പരാതി വരാതിരിക്കാൻ അങ്ങനെ ഞങ്ങൾ അഡ്ജസ്റ്റ്മെന്റിലേക്ക് പോവുമായിരുന്നു ചെയ്തത്. പുതിയ സ്റ്റാൻഡിലെ റൊട്ടേഷൻ പ്രകാരമായിരിക്കും സർവീസ് നടത്തുന്ന പഞ്ചായത്ത് മാധ്യമങ്ങൾ പറഞ്ഞതാണ്. ഇപ്പൊ നിലവിൽ അല്ലാത്ത നിലവിലുള്ള ഈ 2 സ്റ്റാൻഡിലും വണ്ടിക്കാർ ആ യൂണിയനോ കാര്യങ്ങളോ ഒന്നും നോക്കാതെ ഈ 2 സ്റ്റാൻഡിലെ വണ്ടിക്കാർ റൊട്ടേഷനായിട്ട് തന്നെ അവിടെ വെക്കുന്നു. ഇവിടെ വണ്ടി 2 ലൈൻ വരാണ്ടിരിക്കാൻ 2 ലൈൻ വരുന്നുണ്ടെങ്കിൽ അന്നേരം തന്നെ അത് താഴെ പോയി വെക്കുന്നുണ്ട്. അവിടുത്തെ താഴത്തെ സ്റ്റാൻഡിലെ ഒരു 3ഓളം ഡ്രൈവർമാർ നാളെ മുതൽ വെക്കാം എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അവിടെ നിലവിലൊരു 10-12 പേർക്ക് ഈ വിഷയങ്ങളുള്ളൂ. ഈ പറഞ്ഞ ഇന്നലെ വന്ന കോർഡിനേഷൻ്റെ പേരിലുള്ള 2 പേരും മധുവും സുരേഷും, ഈ 2 പേരാണ് ഇവർക്കെതിരെ ഈ ബാക്കിയുള്ളവരെ കൂട്ടി ഇത് കുത്തിത്തിരിപ്പാക്കി കൊണ്ടിരുന്നത്. അവരുടെ കൂടെ ഇരുന്ന 3 പേര് ഇന്നലെ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. കാരണം അവർക്ക് ഇതിന്റെ കഥ അറിയത്തില്ല. അവർ കഥ അറിയാതെ ആട്ടം കാണാൻ വേണ്ടി വന്നവരാണ്. ഈ 2 പേരെന്തു പറയുന്നത്, സുരേഷ് കുറച്ച് കാലങ്ങളെ ആയിട്ടുള്ളൂ ഓട്ടോ സ്റ്റാൻഡിലേക്ക് വന്നു, ഒരു 10 വർഷത്തിന് താഴെ. അതുവരെയും ഒരു കടയിൽ നിന്നയാളാണ്. ഈ മധു അതേ സമയത്ത് വർഷങ്ങളായിട്ട് 25 വർഷത്തിലധികമായിട്ട് ഈ ചെറുപുഴ ഓടുന്ന ആളാണ്. ഈ പുള്ളിക്ക് അറിയാം ഈ താഴെ എങ്ങനെയാണ് ഓട്ടോ സ്റ്റാൻഡ് വന്നത്, ആരൊക്കെ ചേർന്നാണ്. ഈ മുകളിലുള്ള ഈ ഇരിക്കുന്ന ഷാജഹാൻ അടക്കമുള്ളവർ, ഈ വിജയൻ അടക്കമുള്ളവർ, ഇവരെല്ലാം പോയി താഴത്ത് ചിറ്റാരിക്കാല് ജീപ്പുകാർ സ്ഥിരം ട്രിപ്പ് അടിക്കുന്ന ഒരു സ്ഥലമായിരുന്നു താഴെ ബസ് സ്റ്റാൻഡ്. ആ ജീപ്പുകാരുമായിട്ട് അടിയും ബഹളവും എല്ലാം വെച്ചാണ് താഴെ ഒരു പുതിയ സ്റ്റാൻഡാക്കിയെടുത്തത്. സ്റ്റാൻഡാക്കിയെടുത്ത് ഞങ്ങളെല്ലാം ഓടിക്കൊണ്ടിരുന്നത്. ഞാൻ 2003, 2004 കാലഘട്ടത്തിൽ 1-2 വർഷത്തോളം താഴെ സ്റ്റാൻഡിൽ ഓടിയ ആളാണ് ഞാൻ. എന്ന് തുടങ്ങി ഈ പറയുന്ന ഇവരെല്ലാം അവിടെ ഓടുന്നത്. ഇപ്പോൾ ഒരു 6-7 വർഷമേ ആയിട്ടുള്ളൂ ഞങ്ങളെ താഴോട്ട് അടുപ്പിക്കാൻ അവരുടെ സ്വന്തം എന്നാക്കി മാറ്റിയത്. ബാക്കി എല്ലാ സ്റ്റാൻഡുകാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്. അവർ താഴെക്കാർ ഇപ്പോഴും വന്ന് ഞങ്ങളുടെ മുകളിലത്തെ സ്റ്റാൻഡിൽ ഓടുന്നുണ്ട്. ഞങ്ങൾക്ക് രാവിലെ 7 മണി വരെ ഓടാനുള്ള സമയമേ ഉള്ളൂ. 7 മണി കഴിയുമ്പോഴത്തേക്കും ഞങ്ങളുടെ മുന്നിൽ മുറിയും വെക്കുന്നു, നിങ്ങളുടെ ടൈമായി നിങ്ങൾ എടുത്തിട്ട് പോകും. ഞങ്ങളുടെ സ്വന്തമായി മാറി, അവർക്ക് എഴുതി കിട്ടിയ പോലെയായി. പിന്നെ ഓടാൻ വിടൂല, നമുക്ക് വിഷയമില്ല, ഞങ്ങൾക്ക് ഓടണമെന്നുള്ളതാണ്. ഇപ്പോഴും ഞങ്ങൾ പറയുന്നത് ഈ 4 സ്റ്റാൻഡിൽ ഒന്നിച്ച് റൊട്ടേഷനായി ഓടണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ശരിക്കും കേരളത്തിൽ ഏത് റൊട്ടേഷനായിട്ട് ഓടുന്നേ ഞങ്ങൾ തയ്യാറെന്ന് മാത്രമേ ഈ 4 സ്റ്റാൻഡിലുള്ളവരും ഭരണമെന്നുള്ള അഭിപ്രായക്കാരാണ് ഞങ്ങൾ. ഇതിൽ വേറെ കാര്യം, നിലവിൽ പഞ്ചായത്ത് എടുത്ത തീരുമാനം അത് വെളുപ്പിന് 3 മണി തൊട്ട് 7 മണി വരെ ആ സമയം. ഇപ്പൊ വണ്ടിയിലെ ലേറ്റ് ആയിട്ടാണ് ഇപ്പൊ പഞ്ചായത്ത് എടുത്ത തീരുമാനം നിലവിൽ ചെറുപുഴ ടൗണിൽ 3 സ്റ്റാൻഡ് ഉണ്ട്. 4ാമത് പഞ്ചായത്ത് ഒരു സ്റ്റാൻഡ് ജോസ്കോയുടെ സൈഡിൽ നമുക്ക് അനുവദിച്ചിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ചെറുപുഴയിൽ വളർന്നുകൊണ്ടിരുന്ന ചെറുപുഴയിലെ ട്രാഫിക്കിന്റെ ബുദ്ധിമുട്ട് വളരെയധികമുണ്ട്. കാരണം ഞങ്ങളുടെ മുലത്തെ ബസാറിൽ 2 ലൈനാണ് ഓട്ടോറിക്ഷ വെക്കുന്നത്. അവിടെ വ്യാപാരികളുമായിട്ട് എന്നും പ്രശ്നമുണ്ട്. അതേപോലെ ഈ ഫാത്തിമ മെഡിക്കൽ സ്റ്റോറിന്റെ സൈഡിൽ വ്യാപാരികളായിട്ടൊക്കെ പ്രശ്നമുണ്ട്. അങ്ങനെ നിരന്തരം നമ്മൾ പഞ്ചായത്തുമായിട്ട് 4ാമതൊരു സ്റ്റാൻഡ് അനുവദിച്ച് തരണമെന്ന് പറഞ്ഞതിന്റെ പേരിലാണ് പഞ്ചായത്ത് കമ്മിറ്റി കോർഡിനേഷൻ കൂടി പഞ്ചായത്തിൽ എല്ലാ യൂണിയൻ്റെ ആൾക്കാർ, BMS ഉണ്ട്, STU ആയിട്ട് ഞാനൊരുത്തരേ ഉള്ളൂ ചെറുപുഴയിൽ. STU അവർ ഭരണസമിതി എന്നെ STUവിൻ്റെ ഒരു പ്രവർത്തനം എന്നതിൽ എന്നെയും പരിഗണിച്ചുകൊണ്ട് 4 യൂണിയൻ്റെ CA2, INTOC, BMS 4 യൂണിയൻ്റെ പ്രതികളുമായിട്ട് ചർച്ച ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെ 4ാമതൊരു സ്റ്റാൻഡ് പഞ്ചായത്ത് ഭരണസമിതി അനുവദിച്ചത്. യഥാർത്ഥത്തിൽ പഞ്ചായത്ത് ഭരണസമിതിക്ക് ചെറുപുഴ ഒരു യൂണിയൻ്റെ ആൾക്കാരെ ഒരു ഭാരവാഹികളെ വിളിക്കേണ്ട ആവശ്യമില്ല. കാരണം ഭരണസമിതിക്ക് പൂർണ്ണ അധികാരമുണ്ട്. അവർ ബോർഡ് മീറ്റിംഗ് കൂടി ഇന്നടത്ത് ഓട്ടോ വെക്കാൻ തീരുമാനമാക്കി എന്ന് പറഞ്ഞാൽ അത് ചെറുപുഴയുള്ള
ഓട്ടോ ഡ്രൈവർമാരും അംഗീകരിക്കണം. ചെറുപുഴയുള്ള 20,000 പേര്, ഈ പഞ്ചായത്തിലുള്ള 20,000 പേരും അംഗീകരിക്കാൻ ബാധ്യസ്ഥരാണ്. കാരണം അവരെ നമ്മൾ തെരഞ്ഞെടുത്തതാണ്. അവർ അവിടെ നിന്ന് മുകളിൽ ഇറങ്ങിയൊന്നുമല്ല. അവർ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കാനും അതിൽ തെറ്റുണ്ടെങ്കിൽ വിമർശിക്കാനും നമ്മുടെ ചെറുപുഴ പഞ്ചായത്തിലുള്ള എല്ലാ പൗരന്മാർക്കും അവകാശമുണ്ട്. അങ്ങനെ 20 മെമ്പർമാരോട് കൂടിയിട്ട് എടുത്ത തീരുമാനമാണ് 4ാമത് ഒരു സ്റ്റാൻഡ് ചെറുപുഴ ബസ് സ്റ്റാൻഡിനോട് കൂടി അനുവദിച്ച് നമുക്ക് മിനിയാൽ തന്നത്. അത് ഏകപക്ഷീയമല്ല. പഞ്ചായത്ത് സമിതിയെ ഇന്നലെ കൂടിയ വാർത്താ സമ്മേളനം നടത്തിയവർ ഏകപക്ഷീയമാണെന്ന് ആക്ഷേപിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അസംതമാണ്. അതിന് ഞങ്ങളുടെ തൊഴിലാളികളെന്ന് പറയുന്നത് ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട്. പിന്നെ അവർ നിയമവശമായ കാര്യങ്ങളിലൊക്കെ പോകുമെന്ന് പറയുന്നത് വിട്ടു. നിയമവശത്തിന് പോയാൽ ഇന്ന് അവർ പാർക്ക് ചെയ്ത് ഓടുന്ന സ്ഥലം നിയമവശത്തിലല്ല അവിടെ പാർക്ക് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ മലയോല ഹൈവേയുടെ പാർക്കിൽ ഹൈക്കോടതി ഓർഡർ നിലവിലുണ്ട്. ഒരു വാഹനങ്ങളും ഇരുചക്ര വാഹനം മുതൽ മുച്ചക്ര വാഹനം ഒരിക്കലും പാർക്ക് ചെയ്ത് ഓടാൻ പാടില്ല. അപ്പോൾ ഇപ്പോൾ യഥാർത്ഥത്തിൽ ചെറുപുഴയിൽ പഞ്ചായത്ത് അനുവദിച്ച സ്റ്റാൻഡാണ് യഥാർത്ഥ ഓട്ടോ സ്റ്റാൻഡ് എന്നുള്ളതാണ് എനിക്ക് പറയാൻ. അവിടേക്ക് ഈ 3 സ്റ്റാൻഡിലെയും ആൾക്കാർ വന്നുകൊണ്ട് അവിടെ നല്ലൊരു മാറ്റം വരുത്തണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ ഏകപക്ഷീയമായ രീതിയിൽ 4 യൂണിയൻ ഞാൻ മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ട് ഞാൻ എസ്റ്റിന്റെ എന്റെ പാർട്ടിയുടെ യൂണിയനിലല്ലാണ്ട് എനിക്ക് വേറെ യൂണിയനിലേക്ക് ഭാഗമില്ല. ഉണ്ട്, അവരുകൊണ്ട് യൂണിയന്റെ പ്രതിനിധികളുണ്ടായിരുന്നു. യൂണിയന്റെ പ്രതിനിധികളെ അന്ന് പഞ്ചായത്തിൽ ചർച്ച ചെയ്യുമ്പോൾ യൂണിയന്റെ പ്രതിനിധികളായിട്ടുള്ളവരുമാണ്. അതായത് INTUC-ക്ക് വേണ്ടി സലീം തേക്കാട്ടില്, CITU-വിന് വേണ്ടി KM ഷാജേട്ടൻ, BMS-ന് വേണ്ടി രാജു ചുണ്ടൈ. അങ്ങനെ ഈ 3 യൂണിയന്റെ പ്രതിനിധികളായിട്ട് പാർട്ടിയിൽ നിന്നാണ് വന്നായിരുന്നു. അതുകൂടാണ്ട് താഴ് സ്റ്റാൻഡിലെ അടക്കം ഉള്ള ഈ 16 കമ്മിറ്റിയുടെ പേരും വിവരങ്ങളും ഞാൻ ഇന്ന് നിങ്ങൾക്ക് കൈമാറാം. അത് താഴ് സ്റ്റാൻഡിൽ അടക്കമുള്ളവരുടെയാണ്. അല്ലാണ്ട് അടുക്കള ഇനി സ്മാർട്ട് ആക്കാം. അടുക്കള ഒരുക്കാൻ ഇനി സ്റ്റൈലൻ വഴികൾ. നിങ്ങളുടെ പ്രിയപ്പെട്ട ഗൃഹലക്ഷ്മി ഇതാ പുതിയ ഭാവത്തിൽ. പ്രഷർ കുക്കർ, ഗ്യാസ് സ്റ്റൗ, ഇൻഡക്ഷൻ കുക്ക് ടോപ്പ്, മിക്സി തുടങ്ങി അടുക്കളയിലേക്ക് വേണ്ടതെല്ലാം. പ്രമുഖ ബ്രാൻഡുകളുടെ സ്റ്റീൽ, അലുമിനിയം, സെറാമിക്, ബ്രാസ് ഉൽപ്പന്നങ്ങളുടെ വമ്പിച്ച ശേഖരണം ഇപ്പോൾ ഒരൊറ്റ കിടക്കീഴിൽ. ഏറ്റവും പുതിയ ഗിഫ്റ്റ്സും ആകർഷകമായ ഫെസ്റ്റിവൽ ഓഫറുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. കൂടെ വിശ്വസിക്കാവുന്ന ക്വാളിറ്റിയും മികച്ച സർവീസും. ഷോപ്പിംഗ് ഇനി ആഘോഷമാക്കാം. ഇന്ന് തന്നെ സന്ദർശിക്കൂ ഗൃഹലക്ഷ്മി. നിങ്ങളുടെ വിശ്വസ്തത ഞങ്ങളുടെ